നിനക്ക് മനസ്സിലായി. ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യൻ്റെ തട്ടിപ്പാണ് ഈ ബേസിൽ പ്രവാസികളെ എടുത്തുന്ന ഇവർ തട്ടിപ്പ് നടത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു മെഡിക്കൽ സെന്റർ, ഞാൻ ഇബിൻ സീന മെഡിക്കൽ സെന്ററിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവച്ചിരുന്നെങ്കിൽ പ്രതികരിച്ചപ്പോഴാണ് ആൾക്കാർ എന്ത് മനസ്സിലാക്കിയത്. പിന്നെ കൂടുതൽ ആൾക്കാർ ഈ രംഗത്ത് വരികയും അവർ തട്ടിപ്പിനിരയായ വസ്തുതകളും മറ്റുള്ളതും കമന്റിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ലാതെ തന്നെ പിന്നെ എൻ്റെ കോളിംഗ് ആയിട്ടും ഒരുപാട് ഡാറ്റ കളക്ഷനിലായിരുന്നു ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട്. എനിക്ക് കുവൈത്തിലോട്ട് പോകാനുള്ള സമയമായി തുടങ്ങി. ഞാൻ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്, പ്രൊസീജിയറിലാണ്. പക്ഷേ എൻ്റെ പോക്ക് നടക്കുന്നൊന്നും എനിക്കൊരു വിശ്വാസമല്ല. ഇനി പോക്ക് നടന്നിട്ടില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ ഇവർ ചിന്തിക്കണം, ഞാൻ എന്തായാലും ചൂഷണത്തിന് കൂട്ട് നിൽക്കില്ല. ഇവരെ സ്കാമിങ്ങിന് നോ കോംപ്രമൈസ്. ഞാനിതിൻ്റെ മാനേജർ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺടാക്ട് ചെയ്തു ഒരു 4 ദിവസം മുമ്പ്. എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ പോയാൽ ഏറി വന്നാൽ സുപ്രീം കോടതി വരെയല്ലേ പോകാമെന്ന് പറഞ്ഞു. എത്ര ധൈര്യം! ഞാൻ ഈ ചൂഷണം തുടരുന്നല്ല. അതിൻ്റെ അർത്ഥം ഈ ചൂഷണം എന്നെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവർ വമ്പന്മാരാണ്, നമ്മളൊക്കെ പറ്റ ചെറിയ ആൾക്കാരും. പ്രവാസികൾ ഞാൻ പറഞ്ഞില്ല, ഉണ്ണാക്കന്മാരാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത്ര അത് പതിച്ച അവർ ചൂഷണത്തിന് ഇരയാക്കാൻ പറ്റിയ വേറൊരു സമൂഹം വേറല്ല പ്രവാസികളെ പോലെ. അതാണ് അവരെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ, ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക എല്ലാവരും. ആർക്ക് ഏത് മെഡിക്കൽ സെന്ററിൽ നിന്ന് എങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് ഭീഷണി മെഡിക്കൽ സെന്ററിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അറിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് എവിഡൻസ്. എത്ര ആൾ നിങ്ങൾ ഒരു ചുക്കും ചെയ്യൂല, അങ്ങനെ തന്നെ പറയാം, ഒരു ചുക്കും നിങ്ങളെ ചെയ്യൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യർക്ക് ചിലവാകുന്ന പൈസ, അതായത് ഓരോ വ്യക്തികളും തനിച്ച് അവർ പുറത്ത് ഷെയർ ചെയ്യണില്ല വിഷയം, അവർ വിസനെ ബാധിക്കോ മറ്റുള്ളതിനെ ബാധിക്കോ ട്രാവൽ ബാൻ ഉണ്ടാവും എന്ന് പേടിച്ചിട്ട് അവർ ചോദിക്കുന്ന പോലെ അവർ ആട്ടുന്ന എല്ലാ മെഡിക്കൽ സെന്ററിലും പോയിട്ട് ടെസ്റ്റ് എടുത്ത് 80,000, 90,000, 1 ലക്ഷം രൂപ വരെ നഷ്ടപ്പെടുത്തി. വിസ ക്യാൻസലായ അവസാനം പല ടെസ്റ്റുകളും നടത്തി വിസന്റെ കാലാവധി കഴിഞ്ഞ് വിസ ക്യാൻസലായി നാട്ടിൽ കുടുങ്ങിപ്പോയ ആൾക്കാർ വരെ പിന്നെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ആൾക്കാർ. അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആലോചിച്ച് നോക്ക്, ഒരാൾ ഗൾഫ് പോകണമെങ്കിൽ അവന് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായാലാണല്ലോ നമ്മൾ ഗൾഫ് പോകണം, നാട്ടിലൊരു ജോലി ഇല്ലാത്തതുകൊണ്ട്. അവന് വല്ല പണയം വെച്ചിട്ടോ വീടോ പിന്നെ മറ്റുള്ള ആധാരം പണയം വെച്ചിട്ടും സ്വർണ്ണം വിറ്റിട്ടും മറ്റൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി കടം വാങ്ങി ഗൾഫ് പോകുന്ന ആൾക്കാരാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. എത്ര മോശപ്പെട്ട പരിപാടിയാണ്! ഇവരെന്ത് തിന്നുന്നവരെന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇത്തരം ആൾക്കാർക്കെതിരെ ഇതുവരെ ഒരു പ്രതിഷേധം ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവാതിരിക്കാം, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ശക്തമായ ഒരു നടപടി ഈ KMCC പോലത്തെ സംഘടനകൾ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.